അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറും തമ്മിൽ രാവിലെ തന്നെ ഫൈറ്റ് തുടങ്ങിയത് ജയദീപാണ്. ശ്രീകുമാറിൻ്റെ ഓപ്പോസിറ്റ് വന്നിരുന്നിട്ട് ഇന്ന് നിനക്ക് ചൊറിയാനൊന്നുമില്ലേ, ഇന്ന് നിനക്ക് കാരണമൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് തുടങ്ങിയത് ജയദീപാണ്. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായപ്പോൾ കുറേയൊക്കെ മ്യൂട്ടഡ് ആയിരുന്നു. അതുകൊണ്ട് എന്താ പറഞ്ഞതെന്നുള്ളത് ക്ലിയർ അല്ല. അതിൽ ജയദീപ് ശ്രീകുമാറിനോട് ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് എതിരല്ലെന്ന്. അപ്പോൾ ശ്രീകുമാർ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കമ്മ്യൂണിറ്റിക്ക് എതിരാണ് എന്നുള്ള കാര്യം. അപ്പോൾ ബാക്കിയുള്ള വീട്ടുകാരും കൂടി അതിൽ ഇൻവോൾവ് ആയിട്ട് അവരും പറയുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയെ മോശമാക്കിയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല, ഇത് പുറത്തേക്ക് പോകുന്നതാണ്, അപ്പം ഈ രീതിയിൽ സംസാരിക്കരുത് എന്നുള്ളത്. അങ്ങനെ സംസാരം കൂടിയ സമയത്ത് ബിഗ് ബോസ് ജയദീപിനെയും ശ്രീകുമാറിനെയും കൂടെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ആവാം, പക്ഷേ മതപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ളതും പുറത്ത് പ്രേക്ഷകരെ ആഴത്തിൽ സ്പർശിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ പരമാവധി ഒഴിവാക്കുക, കൂടാതെ പുറത്തുള്ള കാര്യങ്ങളും പറയാതിരിക്കുക എന്നുള്ളത്. അതിനുശേഷം ഇവർ പുറത്ത് വന്നു കഴിഞ്ഞിട്ട് അഭിഷേക് ശ്രീകുമാർ സായിൻ്റെ അടുത്തും പൂജേൻ്റെ അടുത്തും പറഞ്ഞത് വെച്ചിട്ട് അഭിഷേക് പറയുന്നത്, ഞാനിപ്പോൾ ആണുങ്ങളിൽ തെറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കെതിരെ ഞാൻ സംസാരിക്കാറുണ്ട്. സ്ത്രീകളുടെ ഇടയ്ക്കും ഇതേപോലെ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കെതിരെ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരും തെറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെയും ഞാൻ സംസാരിക്കും എന്നുള്ളത്. അപ്പോൾ സായി പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. അപ്പം നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വീട്ടിലുള്ളവർ വിചാരിക്കുക നീ ആ കമ്മ്യൂണിറ്റിക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള സംസാരം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഇതിനെ എതിർക്കും എന്നുള്ളത്. ഇവിടെ അഭിഷേക് ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് ജയദീപ് പുറത്ത് വളരെ മോശമായിട്ടുള്ള ഒരു ആക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത് ഈ കമ്മ്യൂണിറ്റീനെ മിസ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കൊറിയൻ മല്ലുവിനെതിരെ ഇത്രയും അധിക്ഷേപങ്ങൾ അഭിഷേക് ജയദീപ് പറയാൻ കാരണം കൊറിയൻ മല്ലു ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ചേർന്നില്ല എന്നുള്ളതിൻ്റെ റീസണിലാണെന്നാണ് കൊറിയൻ മല്ലു പറയുന്നത്. അപ്പോൾ ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് ജയദീപ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അതിനെതിരെയാണ് അഭിഷേക് ശ്രീകുമാർ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അഭിഷേക് ശ്രീകുമാറിന് തെറ്റ് പറ്റുന്ന എവിടെയാണെന്ന് വെച്ചാൽ അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറയുന്നതിന് പകരം പല സമയത്തും ആ കമ്മ്യൂണിറ്റിയെ ഒന്നാകെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് പുറത്തിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാവും, അകത്തത് കേട്ടോണ്ട് നിൽക്കുന്നവർക്കും അത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു വ്യക്തി ചെയ്ത തെറ്റിന് ഒരു കമ്മ്യൂണിറ്റിയെ ആകെ കുറ്റക്കാരാക്കുന്നത് ശരിയായ രീതിയല്ല. അപ്പോൾ അഭിഷേക് ശ്രീകുമാറിന് വീടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ മറ്റ് പല കാര്യങ്ങളും പറഞ്ഞിട്ട് അഭിഷേക് ജയദീപിനെ പിന്നെ പ്രൊവോക്ഡ് ആക്കാം, കൂടുതൽ എക്സ്പോസ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഒരു കമ്മ്യൂണിറ്റീനെ ആകെ മോശമാക്കിയിട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല.